പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ മൊയ്തുട്ടി, ഒരു മദ്യാസക്ത രോഗി. സർവശക്തൻ്റെ അനുഗ്രഹത്താലും ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന കൂട്ടായ്മയാലും നിങ്ങളിൽ അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഒരു കണ്ണിയായതുകൊണ്ടും കഴിഞ്ഞ 23 വർഷവും 3 മാസമായിട്ട് ഞാൻ മദ്യപിച്ചിട്ടില്ല. അല്ലാഹുവിന് സ്തുതി. ഞാൻ എൻ്റെ ചികിത്സാലയത്തിൽ നിന്ന് പോരുന്നതിൻ്റെ 2 ദിവസം മുമ്പ് ഹാഫിസ് മുഹമ്മദ് സാർ റിലാപ്സ്, ഒരു രോഗി വീണ്ടും മദ്യപിക്കാനുണ്ടാവുന്ന ചില കാരണങ്ങളെപ്പറ്റി നല്ലൊരു ക്ലാസ് നടത്തിയിരുന്നു. എന്തോ സുരക്ഷയിലെത്തിയ ശേഷം ആ രോഗത്തെപ്പറ്റി മനസ്സിലാക്കാനും ഞാൻ ആ രോഗത്തിന് അടിമയാണെന്നും ഞാൻ ആദ്യം തന്നെ സമ്മതിച്ചു കഴിഞ്ഞിരുന്നു. ആദ്യത്തെ അഡിക്ഷൻ വിത്ത് ഡിസീസ് എന്നുള്ള മലയാള സാറിൻ്റെ ക്ലാസ്സുകളിൽ നിന്ന് ഞാൻ പലതും ആ ചികിത്സാ സമയത്ത് കുറിച്ച് വച്ചിട്ടുണ്ട്. ഇന്നും കിട്ടുന്ന നല്ല കാര്യങ്ങൾ, അത് ചെറിയവനെന്നോ വലിയവനെന്നോ ഇല്ലാതെ തന്നെ കിട്ടുന്ന നല്ല കാര്യങ്ങളൊക്കെ ഞാൻ കുറിച്ച് വെക്കാറുണ്ട്. ഇന്നെനിക്ക് നിങ്ങളോട് വാട്സപ്പിലൂടെ വോയിസ് മെയിലിലൂടെ അറിയിക്കാനുള്ള ഹാഫിസ് മുഹമ്മദ് സാറിൻ്റെ ആ ക്ലാസ്സിലെ ചില ഒരു 16 കാരണങ്ങൾ. അതായത് തളർച്ച, എക്സോഷൻ, അതായത് നമുക്ക് ജോലി കൊണ്ട് ഉണ്ടാകുന്ന അല്ലെങ്കിൽ അഡിക്ഷൻ കൊണ്ടുണ്ടാകുന്ന തളർച്ച. കാരണം നമ്മുടെ ശരീരം മദ്യപാനാസക്തി എന്ന രോഗത്തിന് മോചിതനാകുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് വളരെയധികം തളർച്ച തോന്നും. അപ്പോൾ ആ തളർച്ചയ്ക്ക് ചില പോയിൻറ്റ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ അതിനൊരുപാട് സമയമെടുക്കും. രണ്ടാമത് സത്യസന്ധതയില്ലായ്മ. മദ്യപാനം നിർത്തണം എന്നുള്ള എൻ്റെ ആഗ്രഹം ഞാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ ആ കാര്യം ഞാൻ സത്യസന്ധമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. സത്യസന്ധത ഇല്ലായ്മ അല്ലെങ്കിൽ സത്യസന്ധത ഇല്ലെങ്കിൽ, അതായത് ഇംഗ്ലീഷിൽ അതിന് ഡിസോണസ്റ്റി എന്ന് പറയുന്നു. സത്യസന്ധനായിരിക്കുക എന്നുള്ളതാണ് അതിലേറ്റവും വലിയ കാര്യം. 3, ക്ഷമയില്ലാത്തൊരവസ്ഥ, ഇംപേഷ്യൻസ് എന്ന് പറയുന്നു. പെട്ടെന്ന് ദേഷ്യം വരിക. ആദ്യകാലത്തിൽ മദ്യപാനം നിർത്തുമ്പോൾ ഉണ്ടാകുന്ന ചില അനുഭവങ്ങളാണ് ഇംപേഷ്യൻസ്. ഒന്നിനും നമുക്ക് ക്ഷമയുണ്ടാവില്ല. വിവാദങ്ങളിൽ ഏർപ്പെടുന്ന സ്വഭാവം. സ്വതവേ തന്നെ മദ്യപാനികളായ നമ്മൾ തർക്കശാസ്ത്രത്തിൽ വളരെ വിദഗ്ധരാകും. എന്തിനും തർക്കിക്കുന്ന സ്വഭാവക്കാരായിരിക്കും. അത് നിന്ന് കഴിയുന്നതും വേറിട്ട് നിൽക്കുക, ആർഗ്യുമെൻറ്റേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. പിന്നെ ഞാൻ മദ്യപാനമൊക്കെ നിർത്തിയല്ലോ, എനിക്കിത് വേണ്ടാത്തൊരു പണിയായിപ്പോയല്ലോ, അത് ഒരു വിഷാദാവസ്ഥയിലേക്ക് എത്തിക്കും. അതിന് ഇംഗ്ലീഷിൽ ഡിപ്രഷൻ എന്ന് പറയും. അത് കഴിഞ്ഞാൽ ഇച്ഛാഭംഗം, അതായത് മോഹഭംഗം. ഇംഗ്ലീഷിൽ അതിന് ഫ്രസ്ട്രേഷൻ എന്ന് പറയും. ഈ ഇച്ഛാഭംഗത്തിൽ കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഓർത്ത് വീണ്ടും നഷ്ടപ്പെട്ടു പോയതിനെ പറ്റിയൊക്കെ ഓർക്കുന്ന ഒരവസ്ഥ. അതിൻ്റെ മറ്റൊരു വശമാണ് സ്വയാനുകമ്പ. എല്ലാം ഞാനാകെ തകർന്നു പോയി എന്നുള്ള ഒരു കാര്യം. 8ാമതായിട്ട് അദ്ദേഹം പറഞ്ഞു തന്നത് പൊങ്ങച്ച സ്വഭാവം, അഹന്ത, കോക്കനസ്, ആ ഞാനെന്ന ഭാവം. എല്ലാത്തിനും മേലെ ഞാനാണ്, എന്നെക്കാളും അറിവുള്ള ഒരാളില്ല, ഞാൻ ഇതുവരെ പഠിച്ച ആളാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന ജോലി ചെയ്യുന്ന ആളാണ്. അങ്ങനെയുള്ള ആ ഒരു അഹന്ത മാറ്റി നിർത്തുക. പിന്നെ ആത്മസംതൃപ്തി. ഏത് ചെറിയ കാര്യമാണെങ്കിലും നാം ചെയ്യുന്ന കാര്യത്തിൽ നാം ആത്മസംതൃപ്തി ഉണ്ടാകുന്ന വ്യക്തിയാവുന്നത് വളരെ നല്ലൊരു കാര്യമാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു.
പിന്നെ മറ്റുള്ളവരിൽ നിന്നും വളരെയധികം പ്രതീക്ഷിക്കുക. ഇപ്പോൾ ഞാൻ മദ്യപാനം നിർത്തിയ സമയത്ത് എനിക്കും ഇതുപോലെ ഇനിയൊക്കെ എൻ്റെ മക്കൾ നോക്കിക്കോളും, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയുടെ അതിൽ കുറച്ച് അത്യാവശ്യം സ്വത്തുണ്ട്, അത് വിറ്റിട്ട് എനിക്ക് എന്തെങ്കിലും തോന്നണം. പക്ഷേ ഞാനതിലേക്കൊന്നും കടക്കാതെ ഉള്ളത് കൊണ്ട് വിഷമിച്ചും ബുദ്ധിമുട്ടിയും ആദ്യത്തെ 2-3 കൊല്ലം കടന്നു. പിന്നെ മെല്ലെ 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 ഞാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹവും എയുടെ കൂട്ടായ്മയുടെ ബലം കൊണ്ട് ഇന്ന് അത്യാവശ്യം ഒരു മക്കൾക്കൊക്കെ താമസ സൗകര്യങ്ങളായി വലിയ ബുദ്ധിമുട്ടില്ലാതെ അങ്ങനെ കഴിഞ്ഞു പോകുന്നു. പിന്നെ 11-ാമതായിട്ട് അദ്ദേഹം പറയുന്നത് പ്രതിരോധ പരിപാടികളിൽ അയവ് വരുത്തുക. അതായത് നാം ആൽക്കഹോളിക്സ് അനോണിമസിൽ വരുന്നത് ആ രോഗത്തിനുള്ള ഒരു പ്രതിരോധ നടപടി എന്നുള്ള നിലക്കാണ്. അതിൽ പ്രാർത്ഥന, ധ്യാനം, ഒത്തുചേരൽ, അതായത് മീറ്റിങ്ങുകളിൽ കുറക്കുക, ഇതൊക്കെ നമുക്ക് ദോഷം ചെയ്യും. 12-ാമതായി അദ്ദേഹം സൂചിപ്പിച്ച കാര്യം തെറ്റായ സുരക്ഷിതത്വ ബോധം. അതിന് ഫോൾസ് സെക്യൂരിറ്റി എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. നമ്മളിലുള്ള സുരക്ഷിതത്വ ബോധം അത് തെറ്റായ നിലയിൽ നാം കാണുക. 13-ാമതായി സർവജ്ഞാനി എന്ന ഭാവം. ഞാൻ വന്ന് കുറേ കൊല്ലങ്ങളായി, ഞാൻ അത്യാവശ്യം പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്, എനിക്ക് ഇനി ആരോടും ഒന്നിനും വലിയ കടപ്പാടൊന്നുമില്ല എന്നുള്ള ആ ഒരവസ്ഥ. ഞാനിന്നും എൻ്റെ പഴമക്കാരായിട്ടുള്ള എന്നെ കൈപിടിച്ചതിലേക്ക് ഓടുന്ന രാജുവേട്ടനുമായിട്ടും എൻ്റെ സ്പോൺസറുമായിട്ടും അതുപോലെ 1-2 വളരെ സീനിയർ മെമ്പേഴ്സായിട്ടും ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഞാൻ ബന്ധപ്പെടുന്ന ഒരവസ്ഥയാണ്. അതുപോലെ തന്നെ പുതുതായിട്ട് വരുന്നവരെയും ഞാൻ ബന്ധപ്പെടാറുണ്ട്. പിന്നെ അതിമോഹം, മദ്യപാനം നിർത്തിയതിന് ശേഷം പോയതൊക്കെ തിരിച്ച് കിട്ടാൻ, വാണ്ടിങ് ടു മച്ച് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്, ഒക്കെ തിരിച്ചു പിടിക്കണം, അതെങ്ങനെയെങ്കിലും പിടിക്കണം, എങ്ങനെയെങ്കിലും കുറേ കാശുണ്ടാക്കണം എന്നൊക്കെയുള്ള ഒരു തോന്നൽ. പിന്നെ 14-ാമതായി അദ്ദേഹം സൂചിപ്പിച്ചു തന്ന കാര്യം അതിമോഹം, വാണ്ടിങ് ടു മച്ച്, കൂടുതലായിട്ട് ഒരു കാര്യം, പൈസ കുറേ വേണം, അല്ലെങ്കിൽ കാറ് വാങ്ങണം, നല്ല വീട് വെക്കണം എന്നൊക്കെ ആദ്യകാലം മുതൽ തന്നെ വെറുതെ ആവശ്യമില്ലാതെ ചിന്തിച്ച് ഒരു എന്താ പറഞ്ഞ മാതിരി ആവശ്യമില്ലാത്ത ഒരു മോഹം. 15-ാമതായി കൃതജ്ഞത ഇല്ലാതെ ഇരിക്കുക, ഫോർഗെറ്റിംഗ് ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്ക് ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് വഴി കാണിച്ചു തന്നവരായാലും ശരി, നമ്മളുടെ ഗുരുക്കന്മാരായാലും ശരി, നാം മതവിശ്വാസികളാണെങ്കിൽ നമ്മെ പഠിപ്പിച്ച മതപണ്ഡിതന്മാരാണെങ്കിലും ശരി, അവരോടൊക്കെ നാം കൃതജ്ഞതയും നന്ദിയും ഉള്ളവരായിരിക്കണം. അത് ഇല്ലാതെ വരുന്നത് വലിയൊരാപത്തായിട്ട് അദ്ദേഹം സൂചിപ്പിച്ചു. 16-ാമത് അദ്ദേഹം പറഞ്ഞത് എബ്സ്റ്റെയിൻസ്, മാറി നിൽക്കുക. എല്ലാതരം ഉത്തേജന ഔഷധങ്ങളുടെ ഉപയോഗത്തിൽ നിന്നും, അതായത് ഉറക്കത്തിനുള്ള മരുന്നാണെങ്കിലും ശരി, കോഫ് സിറപ്പാണെങ്കിലും ശരി, അരിഷ്ടമാണെങ്കിലും ശരി, അതായത് ഇംഗ്ലീഷിൽ അതിന് യൂസ് ഓഫ് മൂഡ് ആൾട്ടറിങ് കെമിക്കൽസ്, നമ്മുടെ ഭാവവ്യത്യാസങ്ങൾ ഉണ്ടാവുന്ന മരുന്നുകൾ. എന്തിനു പറയുന്നു, ചെറുതായിട്ട് ഇപ്പോൾ നാം അലർജിക്ക് കഴിക്കുന്ന അവിലെന്ന ഗുളിക ഒന്നിൽ കൂടുതൽ കഴിച്ചാൽ ചെറിയൊരു സെഡേഷൻ, ചെറിയൊരു സുഖം അല്ലെങ്കിൽ നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ പോലും നാം സൂക്ഷിക്കണം. ഞാനിതൊക്കെ എടുത്തു വെച്ച് ഇന്നും ഞാൻ എൻ്റെ ആ ഫയലുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കാറുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ വായനയ്ക്ക് വേണ്ടി എടുത്തപ്പോൾ ആദ്യം തന്നെ ഈ എഴുതി വെച്ച കടലാസാണ് എൻ്റെ മുമ്പിലേക്ക് വന്നത്. ഞാൻ എൻ്റെ നല്ലവരായിട്ടുള്ള, അതായത് പുതുമക്കാരായിട്ടുള്ള ഒരു 3 വർഷത്തിൽ താഴെ നിൽക്കുന്ന ആൽക്കഹോളിക്സ് അനോണിമസ് സുഹൃത്തുക്കൾക്ക് വേണ്ടി ആണ് ഞാൻ പ്രത്യേകം ഈ വാക്കുകൾ പറയുന്നത്. എൻ്റെ ഭാഗത്തുനിന്ന് വല്ല തെറ്റുകുറ്റങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. കാരണം നാം വി ആർ നോട്ട് ഓൾ പെർഫെക്റ്റ്. നമുക്ക് പെർഫെക്ഷനിസം എന്നൊന്നും നമുക്കില്ല. നമ്മളിൽ ഒന്നല്ലെങ്കിൽ ഒന്ന് അതിൻ്റെ ലാക്ക്നെസ്, കുറവ് ഉണ്ടായിരിക്കും. എല്ലാവർക്കും നല്ലൊരു പുതുവർഷം, അതായത് ഈ കൊല്ലം ദൈവം നമ്മളെ കഴിയുന്നത്ര ദൈവത്തോട് അടുക്കാൻ ശ്രമിക്കുകയും വിശ്വസിക്കുന്ന ദൈവത്തോട് അടുക്കാൻ ശ്രമിക്കുകയും ദൈവം നമുക്ക് അതിനുള്ള പ്രതിഫലം തരുന്നത് വാങ്ങുക, കിട്ടുന്നത് അനുഭവിക്കുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ അവസ്ഥ.
ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് എന്നെ കേട്ടിരിക്കാൻ മനസ്സുള്ളവർ കേൾക്കുക. നന്ദി, നന്ദി, നന്ദി.